ഉത്സവപ്പറമ്പിലെ പ്രശ്നം ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാക്കളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഏപ്രിൽ 2-ന് ഇരമംഗലം പുഴയ്ക്കൽ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് പെരുമ്പടപ്പ് പോലീസ് നരനായാട്ട് നടത്തിയതെന്നാണ് ആരോപണം. വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കളെയും രക്ഷിതാക്കളെയും ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേടിയിൽ നിന്നും മുക്തമാകാൻ കഴിയാതെയാണ് കുടുംബങ്ങൾ കഴിയുന്നത്. എന്തിനാണ് പോലീസിനെ തല്ലി പറഞ്ഞിട്ടാണ് തല്ല് വെച്ച് കഴിഞ്ഞാൽ നിപ്പിളിൽ പിടിച്ചിട്ട് തിരിച്ചിട്ട് പൊട്ടിച്ച് 2 നിപ്പിളും പിന്നെ മുഖത്തേക്ക് അടിച്ചു. അന്ന് രാവിലെ പോയിട്ട് ഞാൻ കോളേജ് പരീക്ഷ എഴുതുമ്പോൾ ഞാനൊക്കെ കരഞ്ഞിട്ടാണ് പരീക്ഷ എഴുതുന്നതിന്. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ആ പേടി ഇപ്പോഴും ഉള്ളിലുണ്ട്. പോലീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഭയങ്കര ഇതാണ്. പെരുമ്പടപ്പ് പോലീസിന്റെ നരനായാട്ടിനെ പറ്റി ഈ നാട്ടുകാർക്ക് ഇന്നും പേടിയാണ് ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കാൻ. 21 വയസ്സുകാരനായ സഞ്ജയ് ദാസ് പൂരപ്പറമ്പിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ നിന്നിരുന്നയാളാണ്. ഉത്സവപ്പറമ്പിൽ നിന്നും തന്റെ ഡിഗ്രി എക്സാമിന്റെ അവസാന പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി വീട്ടിലെത്തിയ സഞ്ജയ് ദാസിനെ കാറിലെത്തി വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിലെ പല ഭാഗങ്ങളിലും മർദ്ദിച്ചു. കാലിന്റെ വിരലിൽ ചവിട്ടി അക്രമം. ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. അടുത്ത ദിവസം ഫൈനൽ എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ ടോർച്ചടിച്ച് എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് മർദ്ദിച്ചു. ഇപ്പോഴും പേടിയാണ്. സിനിമയിലെ പോലീസിനെ കണ്ടാലും പേടിയാണ്. ഇത് സഞ്ജയുടെ വാക്കുകളാണ്. അപ്പോ ഇതുപോലെ പൂരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഇതുപോലെ ഒരു പ്രൈവറ്റ് കാറിൽ വന്നിട്ട് 5 പോലീസുകാർ മൊത്തത്തിൽ വന്നാണ്. അപ്പൊ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല, സംഭവം എന്താ ഉണ്ടായിട്ടുള്ളത് അറിയാത്ത കാരണം അവർ കാറിൽ കയറ്റി. ഇങ്ങനെ സംഭവം ഉണ്ട്, പൂരത്തിന് അടിപൊളി ഉണ്ട് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് പറയാണ് എന്തിനാണ് പോലീസിനെ തല്ലി പറഞ്ഞിട്ടാണ് തല്ല് വെച്ച് കഴിഞ്ഞാൽ നിപ്പിളിൽ പിടിച്ചിട്ട് തിരിച്ചിട്ട് പൊട്ടിച്ച് 2 നിപ്പിളും പിന്നെ മുഖത്തേക്ക് അടിച്ചു, ആഞ്ഞടിച്ചിട്ട് പറഞ്ഞു പോലീസിനെ തല്ലി വെച്ചിട്ട് ചോദിക്കുകയാണ്. എനിക്ക് സംഭവങ്ങളൊന്നും അറിയിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ വണ്ടി ഒന്നൊരു ലോങ്ങിക്ക് പോകുന്നുണ്ട്, അവിടെ അടിക്കും പറയുന്നുണ്ട്. എന്നിട്ട് വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ കേസിൽ പ്രതിയാണ് പറഞ്ഞത്. അപ്പൊ എന്താ സംഭവം എനിക്ക് അറിയില്ല ആ സമയത്തൊന്നും. ആ മെന്റൽ ഇപ്പൊ ഭയങ്കര വീക്കായിട്ട് പിന്നെ കുറെ നാളെടുത്തായി നിന്ന് വരാൻ പുറത്തേക്ക്. ഇതേ അനുഭവം തന്നെയായിരുന്നു 20 വയസ്സുകാരനായ അനുരാഗിനെയും വീട്ടിൽ നിന്നിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ സമീപത്തെ ശ്മശാനത്തിൽ കൊണ്ടുപോയാണ് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ഇവർ മർദ്ദന വിവരം വീട്ടിൽ പറഞ്ഞാൽ പുറം ലോകം കാണിക്കാത്ത തരത്തിൽ കേസെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണിയും മർദ്ദനവുമെന്നും അനുരാഗ് പറയുന്നു. അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ കാറിട്ട് അടിക്കുന്നുണ്ട്, നിപ്പിൾ പിടിക്കുകയും അതേപോലെ ഇവിടെ കയ്യേച്ച് ഇതാക്കുകയൊക്കെ അങ്ങനെ അമർത്തുകയൊക്കെ ചെയ്തായിരുന്നു. വലിച്ചിട്ട് മുറ്റത്തേക്ക് ഞാൻ സ്റ്റെപ്പിന്റെ അവിടേക്ക് വീണ്. എന്നിട്ട് അവിടുന്ന് വലിച്ചഴിച്ചിട്ടാണ് എന്നെ കാറി കൊണ്ടുപോയി. ഞാൻ കാറി കൊണ്ടിട്ട് കാറി കയറ്റിയിട്ട് വിഷ്ണുദാർ ഒരു ചവിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൊടറോടിക്ക്. ചവിട്ടിട്ട് എന്നോട് ചോദിച്ച് ഈ എന്ത് ഷോയെ കാണിക്കുന്നത്, എന്നെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. ഇത് നേരെ ശ്മശാനം ഉണ്ട് അവിടെ, മറ്റേ കോടഞ്ചേരി ആ ഭാഗത്ത്. ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെ കാറിന്റെ ഒരു സൈഡിൽ നിർത്തി. എന്നിട്ട് കിച്ചുവിനെ അവര് ശ്മശാനത്തിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബെഞ്ചുണ്ട്, അവിടെ ബെഞ്ചിന്റെ അവിടെ കൊണ്ടിരുത്തിയിട്ട് കിച്ചുവിനെ അടിച്ചിരുന്നു. കിച്ചു കരയണൊക്കെ കേൾക്കായിരുന്നു. സഞ്ജയ് ദാസിന്റെ അച്ഛനാണ്. നമ്മളെ അടുത്തൊരു പൂരമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു കശ്മീര അടിസ്ഥാനത്തിൽ നമ്മളെ പൂരം കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മോനെ ഒരു പറ്റും പോലീസുകാർ മഫ്തിയിൽ വന്നിട്ട് ഒരു നമ്പർ പ്ലേറ്റ് പോലീസിന്റെ വാഹനമില്ലാത്ത വേറൊരു സ്വകാര്യ വ്യക്തിയുടെ വാഹനമായിട്ട് ഒരു ഇന്നോവ ആയിട്ട് വന്നിട്ട് 5-6 പോലീസുകാർ എൻ്റെ മോനെ കാരി കയറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുന്നത്. വീട്ടിൽ ഒപ്പം പോയി അവർ സ്റ്റേഷനിലെത്തിയപ്പോൾ അപ്പോൾ ഞാൻ ജോജോ സാറിനോട് പറഞ്ഞു എൻ്റെ മോനാണ് എക്സാമാണ് സാറേ, ഒന്നും ചെയ്യില്ല സാറേ തന്നെ മോനെ, അതന്നെ ഞങ്ങൾ വിടുവായി. സംഭവം നടക്കുമ്പോൾ 18 വയസ്സ് മാത്രം പ്രായമുള്ള ആദിത്യനും സമാന അനുഭവമുണ്ടായെന്നാണ് പറയുന്നത്. അച്ഛൻ പ്രേമചന്ദ്രനെയും ആദിത്യനെയും ഒരുപോലെ മർദ്ദിച്ചു. ഒരു സമയം ഒരു 1-1.5 മണി ഉണ്ടാവും ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവര് അങ്ങോട്ടെത്തുന്നത്. അതിന്റെ മുന്നേ എനിക്ക് എൻ്റെ മകൻ കോൾ ചെയ്തു, അച്ഛൻ അവരെ എവിടേക്കാ കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു അവര് കൊണ്ടുപോയല്ല, എടപ്പള ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണിക്കാൻ പോർക്കെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അല്ല അച്ഛാ സത്യം പറയച്ചാ അവർക്ക് പോയില്ല. അപ്പൊ അവൻ വിഷമിച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവനെ എന്താ ആക്രമിച്ചിരുന്നുള്ളത്, അടിച്ചിരുന്നുള്ള എനിക്ക് മനസ്സിലായി. പോലീസുകാർക്കെതിരെ ഇത്തരം ആരോപണങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും കഴിഞ്ഞുപോയ അനുഭവങ്ങളിൽ പേടിച്ചു നിൽക്കുകയാണ് ഈ കുടുംബങ്ങളൊക്കെയും. NCV ന്യൂസ്, മാറഞ്ചേരി.